ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം അവസാനിക്കാനിരിക്കെ പുതിയ നടപടിയുമായി ഇറാൻ. പ്രധാന വൈദ്യുത നിലയങ്ങൾക്ക് ചുറ്റും മനുഷ്യച്ചങ്ങല രൂപീകരിക്കാൻ ഇറാൻ യുവാക്കളോട് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇറാന്റെ കായിക യുവജന മന്ത്രാലയം രാജ്യത്തെ യുവാക്കളായ കായിക താരങ്ങൾ, കലാകാരന്മാർ, വിദ്യാർത്ഥികൾ എന്നിവരോട് പ്രാദേശിക സമയം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വൈദ്യുത നിലയങ്ങൾക്ക് ചുറ്റും മനുഷ്യച്ചങ്ങല തീർക്കാൻ ആഹ്വാനം ചെയ്തു. യുവാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു മനുഷ്യച്ചങ്ങല രൂപീകരിക്കുന്നത് എന്ന് ഡെപ്യൂട്ടി അലിറേസ റഹീമി വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. രാജ്യമെമ്പാടുമുള്ള യുവാക്കളുടെ പങ്കാളിത്തത്തോടെ വൈദ്യുത നിലയങ്ങൾക്ക് ചുറ്റും മനുഷ്യച്ചങ്ങല രൂപപ്പെടുത്തുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടാതെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ശോഭനമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിനുമുള്ള യുവാക്കളുടെ പ്രതിബദ്ധതയുടെ അടയാളമായിരിക്കും ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ ഉടനെ ഒരു കരാറിലെത്തുകയോ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുകയോ ചെയ്തില്ലെങ്കിൽ ഇറാനിയൻ വൈദ്യുത നിലയങ്ങൾ, പാലങ്ങൾ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആക്രമിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇറാന്റെ നീക്കം. കഴിഞ്ഞ രാത്രി ഇറാനിൽ നിന്ന് വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലും സ്ഫോടനങ്ങളുണ്ടായി. ഇറാനിൽ നിന്നുള്ള മിസൈലുകളെ ഫലപ്രദമായി തടഞ്ഞതായി സിറിയൻ അധികൃതർ അറിയിച്ചു. 7 ബാലിസ്റ്റിക് മിസൈലുകളാണ് സൗദിയിലേക്ക് വന്നത്. അവയെല്ലാം തടഞ്ഞതായി സൗദി പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. അതേസമയം താൽക്കാലികമായി വെടിനിർത്താനുള്ള US-ന്റെ നിർദ്ദേശങ്ങൾ ഇറാൻ തള്ളിയതായി റിപ്പോർട്ടുണ്ട്. താൽക്കാലിക വെടിനിർത്തലല്ല, യുദ്ധത്തിന്റെ പൂർണ്ണമായ അവസാനിപ്പിക്കലാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. യുദ്ധത്തിൽ തകർന്ന രാജ്യത്തെ വിവിധ സംവിധാനങ്ങളെല്ലാം പുനർനിർമ്മിക്കണം. മേഖലയിലെ സംഘർഷങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷിതമായ യാത്രയ്ക്ക് സൗകര്യം നൽകുന്ന ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കണമെന്നും ഇറാൻ ഉപാധിയായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തങ്ങൾക്കെതിരെയുള്ള ഉപരോധങ്ങൾ നീക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. ഇവ അംഗീകരിച്ചില്ലെങ്കിൽ യുദ്ധം തുടരുമെന്ന് ഇറാൻ നിലപാടെടുത്തു. 45 ദിവസത്തെ വെടിനിർത്തൽ കരാറിനു വേണ്ടിയാണ് US-ഉം ഇസ്രയേലും ശ്രമം നടത്തുന്നത്. മധ്യസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രകാരം US-ന്റെ അന്ത്യശാസനം തീരുന്നതിന് മുമ്പ് ഭാഗികമായി പോലും ഒരു കരാർ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതോടെ US-ന്റെ കനത്ത ആക്രമണം നടക്കുമെന്ന ആശങ്ക ഉയർന്നിരിക്കുകയാണ്. ഇങ്ങനെ സംഭവിച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാനിൽ നിന്നുള്ള കനത്ത ആക്രമണം നടന്നേക്കും. ഇറാന്റെ ജനവാസ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ ഇസ്രയേലും US-ഉം തുടരുകയാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ ഇന്റലിജൻസ് മേധാവി മജീദ് ഖാതമി ഇത്തരമൊരു ആക്രമണത്തിനാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് എന്ന് കരുതുന്നു. സമാധാന കരാറിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്തിമ സമയപരിധി നിശ്ചയിച്ചതിന് പിന്നാലെ ഇറാനിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളിൽ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ US തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. ചൊവ്വാഴ്ച രാത്രി 8 മണിവരെയാണ് നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി. ഒരു ഉടമ്പടിയിലെത്താൻ പരാജയപ്പെട്ടാൽ വലിയ രീതിയിലുള്ള സൈനിക നടപടിക്ക് കാരണമായേക്കാമെന്നുള്ള ആശങ്ക വർദ്ധിക്കുന്നതിനിടയിലാണ് US-ന്റെ ആക്രമണ പദ്ധതി ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ട്. ട്രംപിന് നൽകുന്നതിനായി സാധ്യമായ ലക്ഷ്യങ്ങളുടെ ഒരു ലിസ്റ്റ് US സൈനിക ഉദ്യോഗസ്ഥർ തയ്യാറാക്കുകയാണെന്നും ട്രംപ് ആക്രമണവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിരവധി ഓപ്ഷനുകൾ മുന്നിലുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. മിസൈൽ സംവിധാനങ്ങൾക്കോ റോക്കറ്റ് ലോഞ്ചറുകൾക്കോ ഇന്ധനം നൽകുന്നതുൾപ്പെടെ ഇറാനിലെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന പ്രധാന ഊർജ്ജ സൗകര്യങ്ങൾ ഈ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. സിവിലിയൻ സൈനിക പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കുന്ന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇറാനിലെ ഊർജ്ജ ശൃംഖലയാണ് സാധ്യമായ ലക്ഷ്യങ്ങളുടെ ലിസ്റ്റിന്റെ കേന്ദ്രമെന്നാണ് റിപ്പോർട്ട്. ട്രംപ് ഇറാനിൽ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലാണ് ഈ തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാൻ വിസമ്മതിച്ചാൽ ഇറാനിലെ എല്ലാ പവർ പ്ലാന്റുകളും നശിപ്പിക്കപ്പെട്ടേക്കാമെന്ന ട്രംപ് ഇതിനകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൈനിക ഓപ്ഷനുകൾ തയ്യാറാക്കുന്നതിനൊപ്പം ഈ സാഹചര്യം ചർച്ചകളിലേക്ക് നീങ്ങുമോ അതോ കൂടുതൽ സംഘർഷത്തിലേക്ക് നയിക്കുമോ എന്നതിൽ വ്യക്തതയുണ്ടാകാൻ വരാനിരിക്കുന്ന മണിക്കൂറുകൾ നിർണായകമായിരിക്കും. അതിനിടെ അമേരിക്കയുടെ റെസ്ക്യൂ ഓപ്പറേഷൻ വൻ ദുരന്തമായിരുന്നുവെന്നും ബക്വായി പറയുന്നു. സമ്പുഷ്ടീകരിച്ച 450 കിലോയോളം യുറേനിയം ഇറാന്റെ പക്കലുണ്ടെന്നാണ് അമേരിക്കയുടെ വാദം. ഇത് ആണവായുധമുണ്ടാക്കാൻ പര്യാപ്തമാണെന്നും US പറയുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയം കണ്ടെടുക്കുന്നതിനും കൈവശപ്പെടുത്തുന്നതിനുമായി ഇറാനിൽ കരയുദ്ധം നടത്താൻ ട്രംപ് പദ്ധതിയിടുന്നതായി വാൾസ്ട്രീറ്റ് ജേണൽ കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതുവരെ നടന്ന വെടിനിർത്തൽ ചർച്ചകളിലെല്ലാം സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായും ഇറാൻ കൈമാറണമെന്ന ആവശ്യമാണ് ട്രംപ് ഉന്നയിച്ചത്. 2025 ജൂണിൽ ഇസ്രയേലും US-ഉം ഇറാനെ ആക്രമിക്കുന്നതിന് മുൻപ് ഇറാന്റെ പക്കൽ ഏകദേശം 400 കിലോയോളം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നായിരുന്നു കണക്ക്. 200 കിലോഗ്രാം ഫിസിൽ മെറ്റീരിയലും ഇറാന്റെ പക്കലുണ്ടെന്നും US അവകാശപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഭൂഗർഭ കേന്ദ്രത്തിൽ ഇറാൻ സൂക്ഷിച്ചിരിക്കുന്നുവെന്നാണ് കരുതുന്നത്. ഇവ നശിപ്പിക്കുന്നതിനായാണ് ജൂണിൽ ഫോഡോ ആണവ കേന്ദ്രത്തിൽ US ബങ്കർ ബസ്റ്റർ ബോംബ് പ്രയോഗിച്ചത്. എന്നാൽ US ആക്രമണം ഉണ്ടാകുന്നതിന് തൊട്ടുമുൻപ് യുറേനിയം ശേഖരണം മാറ്റിയിരുന്നുവെന്നും നിലവിൽ ഇസ്ഫഹാനിലും നദാൻസിലുമാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുമാണ് വാദം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.